ഇവരെ മിസ്രയീമിൽ നിന്ന് യഹോവയായ ദൈവം വിടുവിച്ചുകൊണ്ട് വന്നപ്പോൾ മോശയോട് പറഞ്ഞു, നീ ഇവരെ ഒരു പാളയമായി കൊണ്ടുവരണം. 12 ഗോത്രങ്ങളടങ്ങുന്ന ഒരു പാളയം. ഇതിൻ്റെ ഒത്ത നടുക്ക് സമാഗമന കൂടാരം വെക്കണം. ഇവരുടെ പാളയത്തിൻ്റെ ഒത്ത നടുക്ക് മറക്കരുത്. ഈ ജനമെല്ലാം എനിക്ക് വിശുദ്ധന്മാരായിരിക്കും. അവരുടെ നടുവിൽ ഞാൻ വസിക്കേണ്ടതിന് നീ അതിൻ്റെ ഒത്ത നടുവിൽ ഒരു കൂടാരം അടിക്കണം. 3 ഗോത്രങ്ങൾ തെക്കും, 3 ഗോത്രങ്ങൾ വടക്കും, 3 ഗോത്രങ്ങൾ കിഴക്കും, 3 ഗോത്രങ്ങൾ പടിഞ്ഞാറും എന്നിങ്ങനെ 12 ഗോത്രങ്ങൾ ആലികത്തിൻ്റെ ചുറ്റും പാർക്കണം. ഞാൻ എൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിക്കണം. അതാണ് എൻ്റെ താല്പര്യം. ഇങ്ങനെയാണ് ഇവരെ വിളിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെങ്കിൽ സമയമായപ്പോൾ ജനം യഹോവയെ കോപിപ്പിച്ചു. ദൈവത്തിന് വിരോധമായി അവർ പാപം ചെയ്തു. ഒരു അനൗൺസ്മെൻ്റ് നടത്തി. അഹരോന ഒരു അനൗൺസ്മെൻ്റ് നടത്തി, നാളെ ഈ സമയം നമ്മൾ യഹോവയെ ആരാധിക്കാൻ പോകാം. യഹോവയുടെ ആരാധനയ്ക്ക് വേണ്ടി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുക. ആരാധിക്കുന്നത് കാളക്കുട്ടിയെയാ, പേര് യഹോവയുടേതാ. ഇത് കണ്ട മാത്രയിൽ യഹോവയാ ഇത് ദൈവം പറഞ്ഞു, മോശെ എന്നെ വിട്, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കട്ടെ. മോശ ദൈവത്തോട് അഭയയാതന കഴിച്ച്, കർത്താവേ അരുതേ, ഇവരെ നശിപ്പിക്കരുതേ. അവസാനം ദൈവം പറഞ്ഞു, മോശെ നീ ഒരു കാര്യം ചെയ്യ്, ആ നടുക്കിരിക്കണമെന്ന് പറഞ്ഞ കൂടാരമുണ്ടല്ലോ, ദേവാലയം, അത് നടുക്കടിക്കണ്ട, പാളയത്തിൻ്റെ പുറത്തടിക്ക്. ഞാൻ ഇവന്മാരുടെ നടുക്ക് വസിക്കത്തില്ല. ഒരുപാട് സഭകളിൽ ഇന്ന് കർത്താവ് വസിക്കാറില്ല. ഈ മുഴുജനത്തിൻ്റെ നടുവിൽ വസിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. നിങ്ങളെല്ലാം എനിക്ക് പുരോഹിതന്മാരാണ്, നിങ്ങളെല്ലാം എൻ്റെ സ്വന്തമാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുമെന്ന് ദൈവം ഇസ്രയേലിനോട് പറഞ്ഞു. ആ ദൈവം ഈ മഹാപാപം കണ്ടതോടെ ഇവർ പറയുന്നത് യഹോവയെ ആരാധിക്കാമെന്ന്, പക്ഷെ ആരാധിക്കുന്നത് കാളക്കുട്ടിയെയാണ്. ദൈവത്തിൻ്റെ പ്രമാണത്തിന് വിപരീതമായി. ദൈവത്തിൻ്റെ പ്രമാണം സുവിശേഷീകരണത്തിൽ സഭ വിട്ടുകളഞ്ഞത് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചു. ഇതുപോലെ പ്രമാണം വിട്ട ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറഞ്ഞു, മോശയുടെ ഈ അഭയയാതന നിമിത്തം ഞാനിവരെ തള്ളുന്നില്ല. ആ കൂടാരത്തിൻ്റെ പേര് മാറ്റിയിരിക്കുന്നു, സ്ഥലം മാറ്റിയിരിക്കുന്നു. അതെടുത്ത് പാളയത്തിൻ്റെ വെളിയിലടിക്ക്. ദേവാലയമെന്ന് തന്നെ വിളിക്കരുത് ഇനി. അല്ല, ഞാനിവിടെ വസിക്കുന്നില്ല, സമാഗമന കൂടാരമെന്ന് വിളിക്ക്. എനിക്ക് ജനത്തെ കാണണ്ടപ്പോൾ പാളയത്തിനകത്തു നിന്ന് എന്നെ കാണാൻ ഇച്ഛിക്കുന്നവനുണ്ടെങ്കിൽ സമാഗമന കൂടാരത്തിൽ വരട്ടെ, അവിടെ വെച്ച് കാണാം. മനസ്സിലാകുന്നുണ്ടോ? ദൈവം ജനത്തെ തള്ളിക്കളയുന്നത് വ്രതസ്ഥരെ ദൈവം നമ്മോട് അടുക്കേണ്ടതിന്, ദൈവം നമ്മുടെ കൂടെ ഇരിക്കേണ്ടതിന്. ഇനി പുതിയ നിയമസഭയോട് പറയാം, 2 3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാൻ ഉണ്ട്.